ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും ഒരു ഉദാഹരണമേ അതിന് പറയാനും കഴിയൂ. അത് നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ കാര്യം തന്നെ പറയേണ്ടി വരും. മെഗാസ്റ്റാറിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. 100% സത്യമാണെന്നാണ് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. 67 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും 30ന്റെ ചെറുപ്പമാണ് മമ്മൂക്കയ്ക്കെന്നാണ് ആരാധകർ പറയുന്നത്. ഗ്ലാമർ കൂടുന്ന അസുഖമാണ് എന്നും ആരാധകർ പറയുന്നുണ്ട്. നേരത്തെ ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിൽ നിന്നും പുറത്തു വന്ന ചിത്രവും വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച സിനിമയിലെ ലുക്കും തമ്മിൽ ഒരുപോലെ ഉണ്ട് എന്ന് പറയുകയുമുണ്ടായി. അത് നമുക്കും അംഗീകരിക്കേണ്ടി വരും. പഴയതിലും ഭംഗി പുതിയതിലാണെന്ന് പറയേണ്ടിയും വരും. ഇപ്പോൾ മധുരാജയുടെ ലൊക്കേഷനിൽ നിന്നും വന്ന മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. 2010 റിലീസിനെത്തിയ മമ്മൂട്ടിയുടെ പോക്ക് രാജ സൂപ്പർ ഹിറ്റായിരുന്നു. പൃഥ്വിരാജായിരുന്നു മറ്റൊരു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പോക്ക് രാജ റിലീസിനെത്തി 8 വർഷങ്ങൾ കഴിയുമ്പോഴാണ് സിനിമയുടെ 2ാം ഭാഗം കൂടി വരുന്നത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മധുരരാജ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരിക്കുകയാണ്. എന്നാൽ പോക്ക് രാജയിലെ മമ്മൂട്ടിയുടെ ലുക്കും മധുരരാജയിലെ ലുക്കും ചേർത്ത് വച്ചത് കണ്ടാൽ ആരും ഒന്ന് അതിശയിക്കും. വസ്ത്രത്തിൽ പോലും അധികം മാറ്റമൊന്നും ഇല്ലാതെ മമ്മൂക്കയുടെ ഫോട്ടോയായിരുന്നു പുറത്തു വന്നത്. 8 വർഷങ്ങൾക്കിപ്പുറം മമ്മൂട്ടിക്ക് ഒരു മാറ്റവുമില്ലെന്നുള്ളതാണ് ഫോട്ടോയിൽ നിന്നും വ്യക്തമാകുന്നതും. അപ്പോൾ ആരാധകർ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. ജയ്, ജഗപതി ബാബു, സിദ്ദിഖ്, അനുശ്രീ, മഹിമ നമ്പ്യാർ, ഷംന കാസിം, നെടുമുടി വേണു, വിജയരാഘവൻ, RK സുരേഷ്, അജു വർഗീസ്, സലീം കുമാർ, ധർമ്മജൻ, ബിജുക്കുട്ടൻ, നോബി, ബാല, മണിക്കുട്ടൻ, കൈലാഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ബൈജു എഴുവന്ന, MR ഗോപകുമാർ, ജയൻ ചേർത്തല, സന്തോഷ് കീഴാറ്റൂർ എന്നിങ്ങനെ മലയാളം, തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പോക്ക് രാജയിൽ പൃഥ്വിരാജായിരുന്നു മമ്മൂട്ടിയുടെ അനിയന്റെ വേഷത്തിലെത്തിയിരുന്നത്. ഇത്തവണ അത് തമിഴ് നടൻ ജയ് കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മധുരാജയിൽ ഒരു അതിഥി വേഷത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. സിനിമയെക്കുറിച്ച് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതിലൊന്ന് മധുരാജയുടെ ക്ലൈമാക്സ് കിടിലനായിരിക്കും എന്നാണ്. വിഷ്വൽ എഫക്ട്സ് എല്ലാം ചേർത്ത് സിനിമയുടെ ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ചേർന്ന് സിനിമ പ്രേക്ഷകരെയും ആരാധകരെയും അതിശയിപ്പിക്കുമെന്നാണ് ഉദയകൃഷ്ണ പറയുന്നതും. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 3 ഷെഡ്യൂളുകളായി ചിത്രീകരിക്കുന്ന സിനിമയുടെ അവസാനഘട്ട ഷെഡ്യൂൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.